ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എൻവയറമെൻ്റൽ പോർട്രേറ്റ്സ്. എന്താണ് എൻവയറമെൻ്റൽ പോർട്രേറ്റ്സ്? ഒരാൾ അദ്ദേഹത്തിൻ്റെ നിത്യേന ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ കൂടെ അതും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് എൻവയറമെൻ്റൽ പോർട്രേറ്റ്സ്. ഇത് ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ ഇപ്പം ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് എൻവയറമെൻ്റൽ പോർട്രേറ്റ്സ് എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻവയറമെൻ്റൽ പോർട്രേറ്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. എന്താണോ ആ ഒരു ആളിൻ്റെ, ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പ്, ഒരു 2 വീലർ മെക്കാനിക്കിനെയാണ് നിങ്ങൾ ഒരു ഈ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ആദ്യം ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളെല്ലാം അടുക്കി വെക്കുക. അതുപോലെ എന്താ പറയുക, അലങ്കോലമായി കിടക്കേണ്ട ഭാഗത്ത് അലങ്കോലമാക്കിയിടുക, മറ്റ് വൃത്തിയായി കിടക്കേണ്ട ഭാഗത്ത് വൃത്തിയാക്കി വെക്കുക. ഇപ്പം ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒരേ ഇതിനകത്ത് ഒരു പാറ്റേൺ ആയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുക. പക്ഷേ കുറേ അവരുടെ യൂസ് ചെയ്ത മെറ്റീരിയൽസ് ഉണ്ടാകും, കേബിൾസ്, ടയർ പീസസ്, അതേപോലെ ഓയിലിൻ്റെ പാത്രങ്ങളൊക്കെ, അതൊക്കെ അതുപോലെ ഡംപ് ചെയ്ത് വെക്കുക. റാക്ക് ഉണ്ടെങ്കിൽ റാക്കിനകത്ത് പരമാവധി എല്ലാം നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മുടെ മെയിൻ കഥാപാത്രത്തെ ആ പിക്ചറിലോട്ട് കൊണ്ടുവരേണ്ടത്. അദ്ദേഹത്തെ ജസ്റ്റ് ഒരു സിറ്റിങ്ങോ സ്റ്റാൻഡിങ്ങോ അല്ലാതെ അദ്ദേഹം ഒരു ജോലി ചെയ്യുന്നതായിട്ട് തന്നെ കാണിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 2 വീലർ മെക്കാനിക് ആണെങ്കിൽ 2 വീലറിൻ്റെ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഭാഗം അഴിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം അതിൽ വർക്ക് ചെയ്യുന്നതോ ആയിട്ട് കാണിക്കുക. പക്ഷെ അങ്ങനെ കാണിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം വളരെ വ്യക്തമായിട്ടൊന്നും കാഴ്ചക്കാരന് മനസ്സിലാകുന്ന രീതിയിലേക്ക് വേണം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിനകത്ത് വളരെ ക്ലോസ് ആയിട്ട് എടുക്കുന്നതിന് പകരം ഒരല്പം വൈഡായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ എടുക്കുമ്പോഴും വൈഡായിട്ട് എടുക്കുമ്പോഴുള്ള ഒരു വിഷയം എന്താ പറഞ്ഞാൽ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെറുതായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ചും ക്യാമറയുടെ അടുത്തോട്ടാക്കിയിട്ട് പ്ലേസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തിയും അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റിയും വലുതായിട്ടും ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെറുതായിട്ടും കുറച്ചൊരു ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എൻവയറമെൻ്റ് പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ ഒരു കുക്കറി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ കുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതിയിൽ ചെയ്യുക. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ സ്റ്റോറി, ആ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആയിരിക്കണം. അത് ആ സ്റ്റോറി കംപ്ലീറ്റ് പറയണം. അതിനകത്ത് പിന്നെ ഒരു എഴുത്തിൻ്റെ ആവശ്യം ഇല്ലാത്ത രീതിയിൽ. ഇപ്പം എക്സാമ്പിൾ ഒരു കുക്കിൻ്റെ എൻവയറമെൻ്റൽ പോർട്രേറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ കുക്ക് ഇതൊരു കുക്കാണ്, ഇദ്ദേഹം ഇന്ന് ഏകദേശം ഒരു ആക്ടിവിറ്റി ഇന്നതൊക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കുക്കാണോ അല്ലെങ്കിൽ ഒരു കേരളൈറ്റ് ആയിട്ടുള്ള ഒരു കുക്കാണോ, ഇയാൾ ഹാൻഡിൽ ചെയ്യുന്ന ഡിഷ് ഏതൊക്കെയാണ്, എത്രത്തോളം അദ്ദേഹം ഡ്രസ്ഡപ്പാണ് അല്ലെങ്കിൽ എത്രത്തോളം നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്, ഈ സംഭവങ്ങളൊക്കെ കാഴ്ചക്കാരന് വ്യക്തമായിട്ട് മനസ്സിലാവണം. ആ രീതിയിലായിരിക്കണം നിങ്ങളത് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡനർ അല്ലെങ്കിൽ ഒരു ഫാമറിൻ്റെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പം ഒരു തൂമ്പയെടുത്ത് കിളക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ആ സീൻ തൂമ്പെടുത്ത് മുണ്ട് മടക്കി കുത്തി ഒരു ബനിയൻ ഇട്ടിട്ട് തലയിലൊരു തോർത്തൊക്കെ കെട്ടി ഒരു ഫാമർ, ഇപ്പം കണ്ടത്തിലൊക്കെ ആണെങ്കിൽ നെല്ലിൻ്റെയൊക്കെ ആ ഒരു സംഭവമാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലും ബാക്കി അതിൻ്റെ സപ്പോർട്ടിങ് എലമെൻറ്റ്സ് കംപ്ലീറ്റ്ലി ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ സ്റ്റോറി വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെറുതെ ഇപ്പം ഒരു കറ്റയെടുത്തിട്ട് പോകുന്ന ഒരാളെ കാണിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കറ്റയെടുത്ത് ഒരാൾ പോകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഖം വളരെ വ്യക്തമാണ്, അദ്ദേഹത്തിൻ്റെ എല്ലാ ഫീലും ഒന്നിലും നല്ലപോലെ ജോലി ചെയ്തതിൻ്റെ ക്ഷീണം അല്ലെങ്കിൽ ആ ഒരു സന്തോഷമാണെങ്കിൽ സന്തോഷം എന്തു തന്നെയായാലും അതും അതിൻ്റെ പുറകിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴാണ് ആ സ്റ്റോറി കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ അതിനകത്ത് വരുന്ന ഇപ്പോൾ ചിലപ്പം ഒരു പാടത്തെ സീനാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒരു പശു, കൊക്ക്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരാം. പിന്നെ ആ പാടത്തിൻ്റെ ഒരു ഡെപ്ത് ഒരുപാട് ദൂരത്തേക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. പാടവരമ്പിൻ്റെ ആ ലൈൻസ് ഉപയോഗിച്ചിട്ട് ആ ഡെപ്ത് ഒരുപാട് കാണിക്കാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ കുക്കിൻ്റെ, ഞാൻ പറഞ്ഞതുപോലെ കുക്കിൻ്റെ ഒരു കിച്ചൻ്റെ എത്രയും മോഡുലാർ കിച്ചൺ ആണെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ ഒരു മെക്കാനിക്ക്, ഇപ്പോൾ സ്ക്രാപ്പ് ഡീലറിൻ്റെ ആണെങ്കിൽ
സ്ക്രാപ്പ് ഡീലേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. സ്ക്രാപ്പ് ഡീലറിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു പൊടിക്ക് കോൺട്രാസ്റ്റും അതേപോലെ ആർട്ടിഫിഷ്യൽ ഷാർപ്നെസ്സും ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടും. അതേപോലെ സാച്ചുറേഷൻ വല്ലാതെ കളേഴ്സ് വരാതെ ഡാർക്കായിട്ടുള്ള കളേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ഫീല് കിട്ടും ആ ചിത്രത്തിന്. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫ്രെയിമിൽ സ്റ്റോറി കംപ്ലീറ്റ് ആയിരിക്കണം. അതാണ് എൻവയറമെൻ്റൽ പോർട്രേറ്റ്സിൻ്റെ പ്രത്യേകത. അതിലൂടെ ആ ചിത്രം കാണുമ്പോൾ തന്നെ അതിനകത്ത് കാഴ്ചക്കാരനെല്ലാം മനസ്സിലായിരിക്കണം ഇയാൾ എന്താണ് ചെയ്യുന്നത്, ഇയാൾ എന്ത് ടൈപ്പ് ആളാണ്, എത്രത്തോളം നീറ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഹാർഡാണ് അയാളുടെ ജോലി, അല്ലെങ്കിൽ അയാളിപ്പോൾ ഇപ്പം നമുക്ക് വൃദ്ധസദനമാണ് നിങ്ങളങ്ങനെ കാണിക്കുന്നതെങ്കിൽ ഒരു വൃദ്ധസദനത്തിൽ ഒരാൾ അയാളുടെ ഫീല്, ഒരു വൃദ്ധൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വൃദ്ധ ഇരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫീല്, അതേപോലെ പിന്നാമ്പുറത്ത് അവരെപ്പോലെ ഒത്തിരി പേര് ഉണ്ട് എന്നുള്ള ആ ഒരു സ്റ്റോറി, അതേപോലെ അവർക്ക് കിട്ടാവുന്ന ഫെസിലിറ്റീസ് ചിലപ്പോൾ വളരെ മോശമായ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ ആ ഒരു ആംബിയൻസ് അത് വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻവയറമെൻ്റൽ പോർട്രേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരികയാണ്. എന്നെ കാണുന്ന ഈ യൂട്യൂബ് ചാനലിൽ ഈ മെസ്സേജ് കേൾക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു ചലഞ്ച് തരികയാണ്. നിങ്ങളൊരു എൻവയറമെൻ്റൽ പോർട്രേറ്റ് ഷൂട്ട് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് ഷൂട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കൊണ്ടൊന്നും പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്കിൽ ഷെയർ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കളക്ട് ചെയ്യാം. 30 ദിവസം കഴിയുമ്പോൾ ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള ഫേസ്ബുക്ക് ലിങ്കുകൾ കളക്ട് ചെയ്തിട്ട് ആ ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ റിസൾട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് സാധിക്കുമെങ്കിൽ അതിലേറ്റവും നല്ല ഫോട്ടോയിന് നമുക്കൊരു സമ്മാനവും കൊടുക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? കാരണം ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം ഈ ചാനൽ ആരംഭിച്ചിട്ട് 4ാമത്തെ വർഷം ആകാൻ പോവുകയാണ്. 4ാമത്തെ വാർഷികം ഈ സെപ്റ്റംബർ 21-നാണ്. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് എവിടെ എത്ര ലൈക്ക് കമൻറ്റ് കിട്ടുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല, അതിൻ്റെ ലിങ്ക് ഇവിടെ ഇടുക. ഏറ്റവും നല്ല ഫോട്ടോ കിട്ടുന്ന ഒരാളിന് നമുക്കൊരു സമ്മാനവും കൊടുക്കാം. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് കാണാനായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ടീം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇതാണ് നമ്പർ. ഈ സെയിം നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ക്ലാസ്സുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ട് പോവാതെ അത് നിങ്ങളെ കയ്യിൽ ക്യാമറ എടുത്ത് നിങ്ങളെ കൊണ്ട് അത് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സെഷനിലോട്ട് പോവുള്ളൂ. അങ്ങനെ ഒരു 1 ഡേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായി മനസ്സിലായിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കേണ്ടവർക്ക് ക്യാമറ സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ ഒരു മാനുവൽ എക്സ്പോഷർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ലൂമിയർ ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ കീഴിൽ തന്നെ ഒരു ഫോട്ടോഗ്രാഫി മത്സരം നടക്കുന്നുണ്ട്. അതിപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ ലിങ്ക് ഇടാം. അതിൻ്റെ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അതിജീവനത്തിൻ്റെ കനൽപാതകൾ എന്നുള്ളതാണ്. പരമാവധി ആൾക്കാരും ഷൂട്ട് ചെയ്തിട്ട് അയക്കുക. അത് നല്ലൊരു ജൂറി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മത്സരമാണ്. അപ്പോൾ പരമാവധി ആൾക്കാരും പങ്കെടുക്കുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇതിന് പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ഒന്നുമില്ല, നിങ്ങൾ തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്ത് തരേണ്ടത്. അപ്പം എല്ലാവരും സഹകരിക്കുക. താങ്ക് യു വെരി മച്ച്. പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ റഷീദ് തായലാർ.